എല്ലാവർക്കും ഷീജാസ് ടേസ്റ്റ്ലാൻഡിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ച അയല കറിയാണ്. ഇത് ചോറിനൊപ്പം കഴിക്കാൻ നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ ഒരു കറിയാണിത്. അടിപൊളിയായിട്ടുള്ള മീൻകറിയാണ്. ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തേങ്ങ വറുത്തെടുക്കണം. വറുത്തെടുക്കാൻ വേണ്ടി ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, ചെറിയ ഉള്ളി. ഇത് ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം അരിഞ്ഞെടുത്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായി വറുത്തെടുക്കണം. നമ്മൾ സാധാരണ മീൻകറിക്ക് ചേർക്കുന്ന ചേരുവകളൊക്കെ ഇതിന് ചേർക്കുന്നത്, പക്ഷേ തേങ്ങയും കൂടെ ചേർത്ത് വറുത്തെടുക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും മീൻകറി. നല്ല ഗ്രേവിയോടുകൂടെ തിക്ക് ഗ്രേവി ആയിരിക്കും. കളറൊക്കെ മാറി വരുന്നുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ലോയിലാക്കിയിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇല്ലെങ്കിൽ ചെറിയ പീസൊക്കെ കരിഞ്ഞു പോകും. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇതേ പാകത്തിന് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി ചേർക്കേണ്ടത് മുളക് പൊടി. അത് അവരവരുടെ എരിവിനനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി 1/4 സ്പൂണ് ഉലുവാപ്പൊടി. ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ നല്ല ചൂടായിരിക്കുന്നത് കൊണ്ട് ഈ പൊടികൾ നമ്മളിത് ചേർക്കുമ്പം തന്നെ ഇതും അതിൻ്റെ കൂട്ടത്തിലങ്ങ് ഫ്രൈ ആവും. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ, ഇല്ലെങ്കിൽ അതും കൂടെ കരിഞ്ഞു പോകും. ഇതേ പാനിൽ തന്നെ ഇരുന്നാൽ മതി. തണുത്ത ശേഷം ഇത് അരച്ചെടുക്കണം. ഇത് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. 1/2 കിലോ അയലമീനുണ്ട്. ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. തേങ്ങ വറുത്തത് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച് വെച്ചത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ജാറ് കഴുകി നല്ല വെള്ളം ചേർത്ത് കൊടുക്കാം. പുളി നേരത്തെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കണം. വെള്ളം കുറവാണ്. ഇനി ഇതിലേക്ക് ചേർക്കാനായി 1 തക്കാളി നീളത്തിലരിഞ്ഞത്, 1 പച്ചമുളക് മുറിച്ചത്, കറിവേപ്പില. ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ചെയ്യണം. മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വയ്ക്കാം. തിളയ്ക്കാനായി വെയിറ്റ് ചെയ്യാം. കറി തിളച്ചതിന് ശേഷം നമുക്ക് മീനിട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇളക്കിയൊന്നും ചെയ്യണ്ട. എല്ലാം ഒന്ന് ലെവൽ ചെയ്ത് വെച്ചിരുന്നാൽ മതി. ഇനി ഇത് അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. കറി നമുക്കൊന്ന് നോക്കാം. തവി വെച്ച് ഇളക്കരുത്. തവി വെച്ച് ഇളക്കാതെ ഇങ്ങനെ ഒന്ന് ഇളക്കി ഒന്ന് കറക്കി കൊടുത്താൽ മതി. വീണ്ടും ഒരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോഴത്തേക്ക് കറി പാകത്തിന് കുറുക്കി മീൻ കഷ്ണം എല്ലാം വെന്ത് റെഡിയായി കിട്ടും. എണ്ണയൊക്കെ മുകൾ ഭാഗത്ത് ഇങ്ങനെ തെളിഞ്ഞ് നല്ല റെഡിയായി ഇരിപ്പുണ്ട് മീൻകറി. ഇനി നോക്കാം. ചാറ് തിക്കായിട്ടുണ്ട്. ഇതേ പാകത്തിനായിട്ട് കിട്ടണം.
ചട്ടി നമുക്കൊന്ന് കറക്കി കൊടുക്കാം. തവിയിട്ട് ഇളക്കരുത്. തവിയിട്ട് ഇളക്കി കഴിഞ്ഞാൽ മീനെല്ലാം കൂടെ പൊടിഞ്ഞു പോകും. ഇതുപോലെ ഒന്ന് കറക്കി കൊടുക്കുക ചെയ്യാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കണം. ഉപ്പ്, പുളി, എരിവ് ഇതെല്ലാം കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. നല്ല അടിപൊളി മീൻകറി, നല്ല സൂപ്പർ ടേസ്റ്റാണ്. മുളകിട്ട് വയ്ക്കുന്നതിനേക്കാളും ഏറ്റവും നല്ല ടേസ്റ്റാണ് വയ്ക്കുന്നത്. ഞാൻ കഷ്ണം എടുത്ത് കാണിക്കാം. അടിപൊളിയായിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതേ പാകത്തിനാകുമ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഈ ചട്ടിയിൽ കുറച്ച് നേരം കൂടെ ചൂട് കാണും. ആ ചൂടിലിരുന്ന് കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും. ഇനി ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല അടിപൊളിയായിട്ടുള്ള വറുത്തരച്ച അയലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരൊറ്റ കറി മതി നമുക്ക് ഒരു പാത്രം ചോറ് കഴിക്കാം. അയല മീനാണ് തേങ്ങ വറുത്തരച്ച് കറി വയ്ക്കാൻ ഏറ്റവും നല്ല ടേസ്റ്റ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പലർക്കും ഇത് അറിയാമായിരിക്കും, എന്നാലും അറിയാത്തവർ കാണും. അവരിതൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ചെയ്യാനും മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്